ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റിപ്പോസ് കുക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോവക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കോവക്ക ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കാണുന്നതിനിടയിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ കുറച്ച് കോവക്ക ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നീളങ്ങനെ മുറിച്ചതാണ് കേട്ടോ. ഇങ്ങനെ നീളങ്ങനെ മുറിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ വൃത്തി. പൊരിച്ചെടുക്കുമ്പോൾ കാണാനും ഭംഗി അതന്നെ കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇടാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നേരത്തെ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നാകെ ചേർത്ത് അരച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാവുമ്പോൾ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ബാറ്റർ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടണമെങ്കിൽ. നമ്മൾ കോവക്ക ഇതിലിട്ട് കൊടുത്താൽ അതേപോലെ ഒക്കെ സ്പ്രെഡായിട്ട് നിൽക്കണം കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കോവയ്ക്ക മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ കോവയ്ക്കയിലും നല്ലപോലെ ബാറ്റർ പിടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഞാൻ ബാറ്ററിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ഇത് ഈ സമയത്ത് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എണ്ണ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. എണ്ണയിലിട്ട പാടെ കോവയ്ക്ക ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കുക. അതുപോലെ തന്നെ ഒരുപാട് നേരം ഒന്നും പൊരിക്കാനായിട്ട് വെക്കരുത് കേട്ടോ. ഏറിയാൽ ഒരു 4-5 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വെക്കുക. അപ്പോഴേക്കും പാകമായിട്ട് വരും. അതിനുശേഷം നമുക്ക് മറിച്ചിടാം. ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈവനിങ് സ്നാക്കായിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കോവക്കയുടെ ഒരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കോവക്കയുടെ 2 ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് കോവക്ക ഞാനിതവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി കോവക്ക വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.
ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾ നല്ലപോലെ കഴിച്ചോളും. അപ്പം ഞാനിതാ ബാക്കിയുള്ള കോവക്ക കൂടെ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുമാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.